കൊന്നിട്ട് പേരോട് പറയുന്നുണ്ട്, ഇടക്കൊക്കെ ഉണ്ടാവാറുണ്ട്. ഉസ്താദ് പ്രസംഗത്തിൽ നേരത്തെ ഉദ്ധരിച്ചൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിഴൽ കണ്ടു എന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ നബി തങ്ങൾക്ക് നിഴൽ ഉണ്ടാവാറില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥമെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിഴൽ കണ്ടു എന്ന് നേരത്തെ ഞാൻ മുസ്നദിൽ ഹദീസ് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴൽ ഉണ്ടാകാറില്ല എന്ന് സാധാരണ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എതിരാവുകയില്ലേ എന്നാണ് ചോദ്യത്തിന്റെ ആകത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴൽ ഉണ്ടാകാറില്ല എന്ന് പറയുന്നതും ഇവിടെ നിഴൽ കണ്ടു എന്ന് പറയുന്നതും തമ്മിൽ എതിരില്ല. എന്തുകൊണ്ട്? നിഴൽ ഉണ്ടാകാറില്ല എന്ന് പറഞ്ഞത് ഒരു സമയത്തും ഒരിക്കലും ഒരു നിലക്കും നിഴലില്ല എന്നല്ല. നിഴൽ അങ്ങനെയാണ്. നബിക്ക് ഒരിക്കലും ഒരു സമയത്തും ഇല്ല എന്നാണ് സക്കാഫി. എവിടുന്നാ നീ കിതാബ് ഓതി പഠിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ ഏത് സുന്നി പറയാനാ വന്നത്? ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത് കണ്ടില്ലേ? ലാ യൽഹറു ലഹു ളില്ലുൻ, റസൂലുള്ളാഹിക്ക് ളില്ലുണ്ടാവാറില്ല അസ്ലൻ. എന്താ അസ്ലന്റെ അർത്ഥം? പഠിച്ചിട്ടില്ലെങ്കിൽ വന്നോ, ഞങ്ങൾ പഠിപ്പിച്ചു തരാ. അസ്ലൻ എന്ന് പറഞ്ഞാൽ തീരെ തന്നെ ഒരു കാലത്തും ഒരു സമയത്തും സൂര്യപ്രകാശത്തിലും ചന്ദ്രന്റെ പ്രകാശത്തിലും വലാ സിറാജുൻ, വിളക്കിന്റെ പ്രകാശത്തിലും ഉണ്ടാവാറില്ല എന്നാണ് സക്കാഫി സുന്നത്ത് ജമാഅത്ത് പഠിച്ചിട്ടുള്ളത്, സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാവും പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് നീ എവിടെ കൊണ്ടുപോയി വെക്കും? ഏതടുപ്പിലാ ഇത് കൊണ്ടുപോയി വെക്ക? നീ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങളെ തള്ളിയിട്ടുള്ള സുന്നി ഏതാ? നിന്റെ സുന്നി ഖർഖൻ ലിൽ ആദതി, ഇത് അസാധാരണ സംഭവമാണ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ പറയാ. എന്നാൽ ഇതേ സംഭവം ഹദീസിൽ വരുന്നുണ്ട്. അൻ ഇബ്നു ജുറൈജ് قال اخبرني نافع ان ابن عباس قال لم يكن لرسول الله صلى الله عليه وسلم ظل ولم يكن يقم مع شمس قط. ഖത്തുവിന്റെ അർത്ഥം സക്കാഫി പേരോട് സക്കാഫിക്ക് അറിയില്ലെങ്കിൽ വന്നോ, ഞങ്ങൾ പഠിപ്പിച്ചു തരും. ഒരു സമയത്തും ഇല്ല എന്നാണ്. ഒരു സമയത്തും ഒളിവായിട്ടില്ല. ഇല്ലാ വലബ ലൗഉഹു ലൗ അശംസി വലം യകും മഅ സിറാജിൻ, ഒരു വിളക്കിന്റെ അരികിൽ നിന്നാൽ പോലും ഖത്തു, ഒരു സംഭവം പോലും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇല്ലാ വലബ ലൗഉഹു ലൗ അസ്സിറാജ്, റസൂലുള്ളാഹിന്റെ പ്രകാശം മികച്ചു നിൽക്കുന്നത് കൊണ്ട് നേലി വെളിവാറില്ല. ഖത്തു ഖത്തു ഫഖത്തൊക്കെ പഠിച്ചിട്ടില്ലേ? ഇനി മറന്നു പോയെങ്കിൽ ഞങ്ങൾ പഠിപ്പിച്ചു തരാം. അതുകൊണ്ട് മേലിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ളുൽമാനിയാണെന്ന് പറയാൻ കിതാബായിട്ട് വരരുത്, വേറെന്തെങ്കിലും ആയിട്ട് പോരെ. പരിശുദ്ധ ദീനിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ ഏത് കിതാബ് എടുത്തിട്ടും ഞങ്ങൾ സംവാദത്തിന് തയ്യാറാണെന്ന് പറഞ്ഞപ്പോ മിണ്ടാൻ കഴിയാതിരുന്നത് കൊണ്ടാ. സുന്നികളുടെ കിതാബ് എടുത്തിട്ട് നിങ്ങൾക്കിത് പറയാൻ സാധിക്കുകയില്ല, നിങ്ങളുടെ ഒരു വാദവും തെളിയിക്കാൻ സാധിക്കുകയില്ല. തനിച്ച ബിദ്അത്ത് മാത്രമല്ല, മുസ്ലിം ഉമ്മത്തിന്റെ നുബുവത്തിനെ സംബന്ധിച്ചുള്ള വിശ്വാസവും അതിനോടുള്ള മഹത്വവും അതിനോടുള്ള ബഹുമാനവും ഇല്ലായ്മ ചെയ്യുന്ന സിയോണിസ്റ്റ് പണിയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.